പാലിയേക്കര ടോൾ നിർത്തലാക്കിയതിനെതിരായ ഹർജി സുപ്രീം കോടതി തള്ളിയ നടപടി സ്വാഗതം ചെയ്ത് പരാതിക്കാരൻ ഷാജി കോടൻകണ്ടത്ത്. സുപ്രീം കോടതിക്ക് ജനങ്ങളുടെ വികാരം മനസ്സിലായി, ജനങ്ങളുടെ ദുരിതം കോടതിക്ക് ബോധ്യപ്പെട്ടു. ഇത് ജനങ്ങളുടെ വിജയമാണെന്നും ഷാജി 24-നോട് പറഞ്ഞു. വലിയ സന്തോഷമുണ്ട്. 4 ആഴ്ചക്കുള്ളിൽ ഈ മണ്ണുത്തി അടപ്പള്ളി റോഡിൻ്റെ മറ്റേ കുഴികളും എല്ലാം മാറ്റി ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ഹൈക്കോടതി കൊടുത്ത നിർദ്ദേശമെന്ന് അതൊന്നും ചെയ്യാതെ ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും വളരെ തിരക്കിട്ട് സുപ്രീം കോടതിയിൽ ചെന്ന് അവർ പല കള്ളക്കഥകളും പറഞ്ഞ് മറ്റേ സുപ്രീം കോടതിയുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കി. എന്നാൽ സുപ്രീം കോടതിക്ക് കൃത്യമായി യാത്രക്കാരനുഭവിക്കുന്ന കഷ്ടപ്പാടും ദുരിതവും ബുദ്ധിമുട്ടും മനസ്സിലാക്കാൻ സാധിച്ചത് വലിയ വിജയമാണ്. ഈ വിജയം ജനങ്ങളുടെ വിജയമാണ്. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, ജനങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധി, ബുദ്ധിമുട്ട് അത് സുപ്രീം കോടതി നോക്കിക്കണ്ടു, വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചു. ദേശീയപാത അതോറിറ്റിക്കും കരാർ കമ്പനിക്കുമെതിരെ ചോദ്യങ്ങൾ ഉയർത്തുന്നതുമൊക്കെ നമ്മൾ കണ്ടു. പരാതിക്കാരൻ ഏറ്റവും ഒടുവിലായി വിശദീകരിക്കുന്നത് എന്താണ് സൂരജ്? ടി കെ, പാലിയേക്കരയിലെ ഗതാഗതക്കുരുക്കും റോഡിന്റെ മോശം സാഹചര്യവും മുൻനിർത്തിയായിരുന്നു 4 ആഴ്ചത്തേക്ക് ഹൈക്കോടതി ഈ പാലിയേക്കരയിൽ ടോൾ പിരിവ് നിർത്തിവെക്കാൻ ഉത്തരവിട്ടത്. ഇത് ചോദ്യം ചെയ്തായിരുന്നു കരാർ കമ്പനിയും അതോടൊപ്പം തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയും ഈ സുപ്രീം കോടതിയെ സമീപിച്ചത്. അതിലാണ് സുപ്രീം കോടതി ഇപ്പോൾ ഈ ഹൈക്കോടതി വിധി തന്നെ തുടരും എന്നറിയിച്ചുകൊണ്ട് ഇപ്പോൾ ഇവരുടെ ഈ അപ്പീൽ ഹർജി തള്ളിയിരിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സുപ്രീം കോടതി വിധിയെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയാണ് ഹർജിക്കാരനായിട്ടുള്ള ഷാജി കോടൻകണ്ടത്ത്. ഇത് ജനങ്ങളുടെ വിജയമാണ്. ജനങ്ങളുടെ ദുരിതം അത് സുപ്രീം കോടതിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിക്കുന്ന സമയത്തടക്കം സുപ്രീം കോടതി അതിരൂക്ഷ വിമർശനം ഈ വിഷയത്തിൽ നടത്തിയിരുന്നു. ഈ റോഡിലെ തിരക്കൊഴിവാക്കുന്ന ചിത്രങ്ങളടക്കം കോടതിയിൽ കാണിച്ച സമയത്ത് കോടതി വലിയ രീതിയിലുള്ള ഒരു പരിഹാസം ചുരിയുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ടി കെ, നിലവിൽ ഈ ഹൈക്കോടതി ഇടപെട്ട് ഇത് നിർത്തിവെച്ചതിന് ശേഷം റോഡിലെ ഈ അറ്റകുറ്റപ്പണികൾ ഒന്നും തന്നെ നടക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അടിയന്തരമായി ഈ റോഡിലെ കുഴികൾ മൂടിക്കൊണ്ട് ഈ ഗതാഗതക്കുരുക്കിന് ഒരു പരിഹാരം കാണണമെന്നുള്ളതാണ് ഈ യാത്രക്കാർ ഇപ്പോഴും ഉയർത്തുന്ന ആവശ്യം. നിലവിൽ ഹൈവേയിലൂടെ പോകുന്ന വാഹനങ്ങൾ മറ്റു വഴികളിലൂടെയൊക്കെ തിരിച്ചുവിട്ടാണ് ഈ തിരക്ക് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെയെങ്കിൽ പോലും എത്ര ദിവസം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതിൽ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ റോഡിലെ കുഴികൾ അടയ്ക്കാനുള്ള ഒരു നടപടി വേണം എന്ന ആവശ്യം ശക്തമായി തന്നെ നാട്ടുകാരും ഈ യാത്രക്കാരും ഉന്നയിക്കുന്നുണ്ട്. ടി കെ, ശരി. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.